നമസ്കാരം. 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള ഒരു കെട്ടിടം തരം മാറ്റിയ ഭൂമിയിൽ വെക്കണമെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിലധികമുള്ള ഓരോ സ്ക്വയർ ഫീറ്റിനും 100 രൂപ വീതം ഫീസ് അടയ്ക്കണമായിരുന്നു. കേരള നിലവേൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടത്തിലെ ഒരു നിബന്ധനയായിരുന്നു അത്. നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ചട്ടം റദ്ദ് ചെയ്തിരിക്കുകയാണ്. 31/12/2017 മുതലാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം ചെയ്യാത്ത ഭൂമി എന്ന ഗണം ഉൾപ്പെടുത്തും. അതായത് 2008 മുമ്പ് നികത്തപ്പെട്ട ഭൂമി, അത് റവന്യൂ രേഖകളിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമി, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് അത്തരം ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് RDOയുടെ അനുമതി നിർബന്ധമാക്കി. എന്ന് മാത്രമല്ല, വകുപ്പ് 27(3) പ്രകാരം നിങ്ങൾ RDO നിശ്ചയിക്കുന്ന ഒരു ഫീസ് അത്തരം തരംമാറ്റം അനുമതി ലഭിക്കുന്നതിന് വേണ്ടി കൊടുക്കുകയും വേണം. തരംമാറ്റം അനുവദിച്ച ഭൂമിയിൽ ഫീസ് ഒടുക്കിക്കൊണ്ട് തരംമാറ്റം അനുവദിച്ച ഭൂമിയിൽ നമ്മളൊരു കെട്ടിടം വെക്കണമെങ്കിൽ ആ കെട്ടിടത്തിന്റെ വിസ്തീർണം 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണെങ്കിൽ തുടർന്നുള്ള ഓരോ സ്ക്വയർ ഫീറ്റിനും 100 രൂപ വീതം വീണ്ടും അടയ്ക്കേണ്ട ഒരു ഗതിയായിരുന്നു. 25 സെന്റിൽ താഴെയുള്ള ഭൂമിക്ക് നമ്മൾ ഫീസ് കൊടുക്കേണ്ടതില്ല. അതിന് എക്സംഷൻ ആണ്. നമ്മൾ അതിനെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാരണം വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ 25 സെന്റിൽ കൂടുതലുള്ള ഭൂമിയാണെങ്കിലും 25 സെന്റിൽ താഴെയുള്ള ഭൂമിയാണെങ്കിലും നമുക്ക് അതിനകത്ത് കെട്ടിടം വെക്കണമെന്നുണ്ടെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിന് കൂടുതലാണെങ്കിൽ അതിന് 100 രൂപ വീതം അടയ്ക്കണമായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അത് തികച്ചും നിയമവിരുദ്ധമാണ്. കാരണം തരം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത്. ആ തരം മാറ്റി ഫീസ് ഒടുക്കി തരം മാറ്റി അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് കെട്ടിടം വെക്കുന്നതിന് വീണ്ടും ഒരു ഫീസ് ഈടാക്കുന്നത് ശരിയല്ല. കാരണം ഈ 27A പ്രകാരമുള്ള അനുമതി എന്ന് പറയുന്നത് തന്നെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, വാണിജ്യ ആവശ്യങ്ങൾക്കോ പാർപ്പിട ആവശ്യങ്ങൾക്കോ കെട്ടിടം പണിയുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അനുമതി തരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും ഒരു ഫീസ് കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ നിയമത്തിൽ ഈ പറഞ്ഞ പോലെ 3000 സ്ക്വയർ ഫീറ്റ് നമ്മൾ സാധാരണ വെക്കുന്ന ഒരു വീടിന്റെ വലിപ്പമേ ഉള്ളൂ. എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബിൽഡേഴ്സിനെയാണ്. ആദ്യത്തെ ആ കേസ് പോയത് തന്നെ അബാദ് ബിൽഡേഴ്സ് ആണ്. അതുകൂടാതെ ലുലു ഇന്റർനാഷണൽ പോയി, മാതാ അമൃതാനന്ദമയി മഠം പോയി, കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട പ്രമുഖ ബിൽഡേഴ്സ് എല്ലാം പോയി. കാരണം അവരുടെയൊക്കെ നിർമ്മിതി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ അവർ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ച അവരെയാണ്. അത്തരം ആൾക്കാരാണ്, ഈ ബിൽഡേഴ്സ് ആണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അത് കൂടുതലായിട്ട് അവിടെ ഹർജികൾ ഫയൽ ചെയ്തത്. ഏകദേശം 120ഓളം കേസുകൾ ഒരുമിച്ച് കേട്ടിട്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ചട്ടം റദ്ദ് ചെയ്തു. അതായത് 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള നിർമ്മിതികൾക്ക് തുടർന്നുള്ള ഓരോ സ്ക്വയർ ഫീറ്റിനും 100 രൂപ കൊടുക്കണമെന്നുള്ള ആ ചട്ടം തന്നെ റദ്ദാക്കി. അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി. എന്ന് മാത്രമല്ല, അത് പ്രകാരം ആരെങ്കിലും ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ 4 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പതിവ് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവിനെതിരെ തീർച്ചയായിട്ടും സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം സർക്കാരിനുണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് മറ്റ് പോംവഴികളൊന്നുമില്ല. ഡിവിഷൻ ബെഞ്ചിന് എന്തായാലും അപ്പീൽ പോകും എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിലുള്ള സ്ഥിതി വെച്ചിട്ട് 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള കെട്ടിടം വെക്കുന്നതിന് വേണ്ടി ഒരു ഫീസും കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ ചട്ടം റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുകയാണ് രഞ്ജിത്ത് ജോർജിന്റെ കേസിനകത്ത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, 31/12/2017 മുതലാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തുന്നത്. അത് പ്രകാരം നിങ്ങൾക്ക് 31/12/2017 മുമ്പ് എന്തെല്ലാം അനുമതി ലഭിച്ചാലും, അതായത് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ പ്രകാരം അന്ന് RDOയിൽ നിന്ന് അനുമതി വാങ്ങിച്ചാലും, അതല്ല പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമോ മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരമോ അവന് അനുമതി ലഭിച്ചാലും, അതല്ല ടൗൺ പ്ലാനിംഗ് സ്കീമിന്റെ ഇതിനകത്ത് നിങ്ങൾക്ക് അനുമതി ലഭിച്ചാലും, അത്തരം അനുമതികളൊന്നും ബാധകമാവില്ല. അത്തരം അനുമതികളൊക്കെ നിങ്ങൾ കൈവച്ചാൽ മതി. അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? 27A പ്രകാരം RDOയ്ക്ക് അപേക്ഷ കൊടുത്ത് വീണ്ടും അനുമതി വാങ്ങിച്ചാൽ മാത്രമേ അത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം 27A ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കുറച്ച് ആൾക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോവുകയും, അത് രഞ്ജിത്ത് ജോർജ് ഉൾപ്പെടെയുള്ളവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോവുകയും, എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു 31/12/2017 മുതലാണ് ഈ ഭേദഗതി നിലവിൽ വരുന്നത്. അത് കാരണം 31/12/2017 മുമ്പ് നിങ്ങൾ വാങ്ങിച്ച അനുമതിയെല്ലാം നിയമപ്രകാരമുള്ളത് തന്നെയാണ്. അത്തരമുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 27A പ്രകാരമുള്ള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള അനുമതി വാങ്ങേണ്ടതില്ല. ഈ മുൻപ് വാങ്ങിയ അനുമതി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് റവന്യൂ റെക്കോർഡ്സിൽ മാറ്റം വരുത്താം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കണ്ടെത്തി. അതിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ചും അത് തള്ളി. കൃത്യമായിട്ട് പറഞ്ഞു 31/12/2017 മുമ്പുള്ള എന്തെങ്കിലും നിയമപ്രകാരമുള്ള അനുമതികളെല്ലാം തുടർന്നും വീണ്ടും 27A പ്രകാരം പുതിയ അനുമതി വാങ്ങിക്കേണ്ടതില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. ഇപ്പോൾ സുപ്രീം കോടതി ആ കേസ് തള്ളിയിരിക്കുകയാണ്. സുപ്രീം കോടതിയും കൃത്യമായിട്ട് പറഞ്ഞു ഭേദഗതി വരുന്നത് 31/12/2017 അപ്പോൾ 31/12/2017 മുമ്പ് കൊടുത്ത അപേക്ഷകൾ അന്ന് നിലവിലുണ്ടായിരുന്ന ചട്ടങ്ങൾ പ്രകാരവും നിയമപ്രകാരവും മാത്രമേ പരിഗണിക്കാൻ കഴിയത്തുള്ളൂ. അത് KLU ആണെങ്കിൽ ആ KLU പ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാബല്യത്തിൽ ഉള്ളത് തന്നെയാണ്.
എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 27 പ്രകാരം പുതിയതായിട്ടുള്ള അനുമതി വാങ്ങേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കണ്ടെത്തിയിരിക്കുകയാണ്.